വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 24 ഫെബ്രുവരി ട്യൂസ്ഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ XAUSDയുടെ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് ഏകദേശം ഒരു മോർണിംഗ് 10:30 വരെയുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു XAUSD ഇന്ന് ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ലെവലിൽ തന്നെയായിരുന്നു. 5248-49 റേഞ്ച് വരെയാണ് മാർക്കറ്റ് ഇന്നലെ ബൈ സൈഡിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വലിയൊരു റിജക്ഷനാണ് നമുക്കൊരു മോർണിംഗ് 6:30 നമുക്ക് ഭയങ്കര വലിയൊരു റിജക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 5248 നിന്ന് 5218 വരെ റിജക്ഷൻ വന്നു. വീണ്ടും 5238 മാർക്കറ്റ് പോയി. അവിടെ നിന്ന് 5145 വരെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അതായത് ഓവറോൾ ഗോൾഡിൻ്റെ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് നിലവിൽ ബൈ സൈഡ് തന്നെയാണ്, ബൈ ട്രെൻഡാണ് നിലവിലുള്ളത്. പക്ഷേ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സെൽ ഡയറക്ഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈയിലും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സെല്ല് തന്നെയാണ്, നിലവിലും സെല്ല് തന്നെയാണുള്ളത്. 5145 ശേഷം വീണ്ടും മാർക്കറ്റ് 5191.85 പോയിട്ട് അവിടെ നിന്ന് 5160 വരെ 5161 റേഞ്ച് വരെ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. നിലവിൽ 5165-67 റേഞ്ചിലാണ് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കൂടുതലും നമുക്ക് വളരെ ഫ്ലൈ ആയിട്ടാണ് ഈ സെല്ലൊക്കെ പോകുന്നത്. എൻട്രി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ക്യാൻഡിൽ നമ്മളൊരു ടൈം ഫ്രെയിം ഫിനിഷ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ TP കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് മാർക്കറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ട്രെൻഡ് ഓവറോൾ ബൈ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബൈയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി മാർക്കറ്റിന് വളരെയധികം കൂടുതലാണ്. അപ്പം നിലവിലൊരു ബൈ എൻട്രി എടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 5146-48-50 റേഞ്ചാണ്. പിന്നീട് വരുന്നതാണ് 5155-58 റേഞ്ചൊക്കെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. 5145 ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാലാണ് വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളത്. 5141-37 റേഞ്ചുകൾ ബ്രേക്ക് ചെയ്ത് 5128-26 റേഞ്ചിലേക്ക് പോകും. അവിടേക്ക് ബ്രേക്ക് ചെയ്ത് 5122, 5118 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ 5163-68 റേഞ്ചുകൾ പോലും ഒരു അത്യാവശ്യം നമുക്കൊരു സ്കാൽപ്പ് ചെയ്യുന്ന ഒരാളുകൾക്കൊക്കെ ബൈ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നിലവിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 5189-90-92 റേഞ്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. 5192 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും 5200-205 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 5202 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ 5212, 5219, 5222 പോയിന്റുകളൊക്കെ ഇന്നത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷേ ആ ഒരു ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് എത്തണമെങ്കിൽ 5192 അതുപോലെ തന്നെ 5202 ഒക്കെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് നിലവിലെത്തുകയുള്ളൂ. ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഏകദേശം ഒരു 60-70 പോയിന്റോളം മൈനസിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്ന് മാർക്കറ്റിനുണ്ട്. അതായത് ഓവറോൾ ട്രെൻഡ് ബൈയും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ സെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് അതായത് സെല്ലും ബൈയും ഒക്കെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടുതലും ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്നൊരു കൂടുതലും സെൽ ഓപ്പർച്യൂണിറ്റികൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടാകുക. എന്നിരുന്നാൽ പോലും വളരെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്ട്രോങ് സപ്പോർട്ട് ഏരിയകളിൽ നിന്ന് ബൈ എടുത്തു കഴിഞ്ഞാലും വളരെ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്ക് സെല്ലും ബൈയും എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്തെ ക്യാൻഡിൽ അനാലിസിസ് നല്ല രീതിയിൽ ചെയ്ത് കറക്റ്റ് സെൽ
എല്ലും വെച്ചിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് SL ഹിറ്റ് ആകാനുള്ള സാധ്യതകളുമുണ്ട്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈ ആയതുകൊണ്ട് ബൈയിലേക്ക് ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ബൈയിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. രാവിലെ വന്നിട്ടുള്ള 6:30 വന്നിട്ടുള്ള വലിയൊരു വാട്ടർഫോൾ നമുക്ക് എൻട്രി മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും സെല്ല് കൊടുത്തിട്ട് ഏകദേശം ഒരു 180 പിപ്സ് പ്രോഫിറ്റിലെത്തി ഇപ്പോഴും പ്രോഫിറ്റിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാർക്കറ്റ് അനാലിസിസ് ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ XIUSDയുടെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്